വെറും 2 മാസത്തെ, അതും ശാരീരികവും മാനസികവുമായി അടുക്കാത്തൊരു ബന്ധം. അതിനുവേണ്ടി ഇനി നീ ജീവൻ തുലയ്ക്കരുത് കൃഷ്ണ. എബിയാണ്. അവൻ അങ്ങനെയൊന്നും എന്നോട് പറയാറില്ല. പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാറേയില്ല. റിയ മാത്രമാണ് പിന്നെയും എന്തെങ്കിലും പറഞ്ഞ് പുറകെ നടന്ന് ഉപദേശിക്കാറുള്ളത്. ശരിയാണ്, ഓർക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് ഇനിയൊരു കാത്തിരിപ്പെന്ന്. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്നേക്ക് 5 വർഷമാകുന്നു. ഇനിയും അതിലേക്കൊരു തിരിച്ചു പോക്കില്ല. പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. കൃഷ്ണ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് കസേരയിലേക്കിരുന്നു. അശ്വിൻ കുറച്ചു നേരം എൻ്റെ വാക്കുകളെ അറിയാനായി നിന്നിട്ട് മുറിയിലേക്ക് പോയിരുന്നു. റിയ ആ വലിയ ടേബിളിൻ്റെ മറുവശത്തായി ഇരുന്നു. ഇപ്പോൾ 2 പേരുടെ മിഴികൾ എന്നിലാണ്. നിന്റെ ജീവിതം ഒരർത്ഥവുമില്ലാതെ ഇങ്ങനെ പോകുന്നത് കാണാൻ ഞങ്ങൾ കൂട്ടുകാർക്ക് കുറച്ച് വേദനയുണ്ട് കൃഷ്ണ. ചെയ്യാത്ത തെറ്റിന് കുറച്ച് മണിക്കൂറാണെങ്കിലും നീ അനുഭവിച്ച ആ വേദന, നിന്റെ അമ്മ നെഞ്ചു പൊട്ടി മരിച്ചത്, അതെല്ലാം അവൻ കാരണമാണ്. അവനെ മറക്കാൻ ഇനിയും എത്ര വർഷം വേണം നിനക്ക്? എന്നെ മറന്നു. ഞാൻ ജീവനില്ലാതെ ഒന്ന് ചിരിച്ചു. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ കൈകളെ കൂട്ടിപ്പിടിച്ച് റിയ പറഞ്ഞതും ഞാനൊന്ന് ചിരിച്ചു. എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പവുമില്ല റിയ. വിവാഹ ജീവിതമാണോ ഒരു പെൺകുട്ടി അപേക്ഷിച്ച് അവളുടെ ജീവൻ? അല്ലല്ലോ. ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം. എൻ്റെ സംസാരം കേട്ടിട്ടാണെന്ന് തോന്നുന്നു എബിയുടെ മുഖം അരിഞ്ഞു മുറുകുന്നുണ്ട്. ആ ദേഷ്യം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഗ്ലാസ്സിലാണ് അവൻ തീർക്കുന്നത്. റിയ, മതി അവളെ ഉപദേശിച്ചത്. നീ വരാൻ നോക്ക്, നാളെ പോകേണ്ടതാണ്. അവൻ എഴുന്നേറ്റ് മുകളിലത്തെ പടികൾ കയറി പോകുന്നതും കണ്ടതും മുഖമുയർത്തി. റിയ, ഞാൻ ശ്രമിക്കാം, ഉറപ്പ്. പിന്നെ ആര്യൻ അതെൻ്റെ ജീവിതത്തിലെ പാസ്റ്റാണ്. തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തത് എന്നേ മറന്നു. കണ്ണു നിറഞ്ഞ് തുളുമ്പി. അകാരണമായി നെഞ്ച് നീറിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് മാത്രം അറിയാൻ കഴിയുന്നില്ല. എന്തായാലും നീ രണ്ടാമൊന്ന് ആലോചിക്ക്. നിന്റെ എക്സ് കെട്ടിയവൻ ഇപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടാകും. അല്ലെങ്കിലും ഇവനെപ്പോലുള്ളവർക്ക് പെണ്ണ് കിട്ടാൻ പാടൊന്നും കാണില്ല. ചതിയൻ. പറയുന്നതിനൊപ്പം കടപ്പല്ലിറുമ്മിക്കൊണ്ടാണ് റിയ പറയുന്നത്. ഞാൻ നേർമയായി ഒന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് നടന്നു. ജാക്കറ്റ് ഊരി റാക്കിൽ തൂക്കിയിട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകി ഡ്രസ്സ് മാറി. ബെഡിലേക്ക് വീഴുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുന്നുണ്ടായിരുന്നു. പഴയ ഓർമ്മകൾ അല പോലെ അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ടിരുന്നു അവൾ. ആ കൊടും തണുപ്പിലും എന്നിലെ വിയർപ്പ് ഗന്ധികൾ എന്നെ നനയിച്ചു കൊണ്ടിരുന്നു. ചെയ്യാത്ത തെറ്റിന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്, ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ കണ്ണുകൾ ഇറുക്കി കൂട്ടിയടച്ചു കിടന്നു അവൾ. അച്ഛൻ്റെ ബ്ലഡിൻ്റെയും സ്കാനിങ്ങിൻ്റെയും റിസൾട്ടുമായി ഡോക്ടറുടെ മുറിയുടെ വാതിലാണ് ഇരിക്കുകയാണ്. സച്ചിയേട്ടൻ അച്ഛനോട് എന്തൊക്കെയോ കാര്യമായി പറയുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ ഇരുന്നതേ ഉറക്കം വരാൻ തുടങ്ങി. നല്ല ക്ഷീണം. അല്ലെങ്കിലും പല രാത്രികളിലും തനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല. ഫോൺ കയ്യിലെടുത്ത് 4 സ്റ്റാറിൻ്റെ ഇന്നത്തെ വീഡിയോ ഉണ്ടോയെന്ന് നോക്കി. നിരാശയായിരുന്നു ഫലം. പഴയ വീഡിയോകൾ വെറുതെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു. അവർ 4 ഫ്രണ്ട്സ് കൂടി ക്യാരവാനിൽ എവിടെയൊക്കെയോ കാട്ടിലൂടെ ടൂർ പോകുന്നതാണ് ആ വീഡിയോ. കുത്തനെയുള്ള മലമുകളിൽ കൈവീശി നിൽക്കുന്ന കൃഷ്ണ. അവളുടെ ചുണ്ടി നിറയെ ചിരിയാണ്. 2 മാസം തൻ്റെ കൂടെ ജീവിച്ചിട്ട് പോലും തനിക്ക് കണ്ടെത്താൻ കഴിയാത്ത ചിരി. അവൾക്ക് ഇത്ര മനോഹരമായി ചിരിക്കാൻ അറിയാമായിരുന്നോ? ആര്യൻ. എവിടെയോ കേട്ട് മറന്ന ആ സ്വരത്തിലേക്ക് മിഴികൾ പോയിരുന്നു അവൻ്റെ. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ചുരിദാറിട്ട പെൺകുട്ടിയെ പെട്ടെന്ന് മനസ്സിലായില്ല അവന്. കണ്ണൊന്ന് കുറുകിക്കൊണ്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും അവൾ അടുത്തെത്തിയിരുന്നു. അവൾ ഗർഭിണിയാണ്. ഉന്തി നിൽക്കുന്ന വയറിന് മുകളിൽ ഒരു വലയം പോലെ കൈകൾ വെച്ചിട്ടുണ്ട്. ആര്യൻ. മനസ്സിലായില്ലല്ലോ എന്നെ? അടുത്തേക്ക് വന്നതും മുമ്പിൽ നിൽക്കുന്നവളെ കണ്ടതും അതിശയത്തോടെ നോക്കി ആര്യൻ. മാളവിക, താനിവിടെ? എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് എന്തൊക്കെയോ ഓർത്തതും ഒരു അകാരണമായൊരു മിന്നൽപ്പിണർ ഉള്ളിലൂടെ പാഞ്ഞു പോയി. മാളു ഒത്തിരി മാറിയിരിക്കുന്നു. വണ്ണമില്ലാതെ കുലുന്നനിരുന്ന പെണ്ണാണ് ആകെ മാറി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇങ്ങനെ കണ്ണ് മിഴിക്കല്ലേ ആര്യൻ. അവൾ ചിരിക്കുവാണ്. അപ്പോഴേക്കും ചിരിയോടെ അവളുടെ പുറകിലായ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിന്നിരുന്നു. ഇത് ശ്യാം മോഹൻ, എൻ്റെ ഹസ്ബൻഡാണ്. ശ്യാം, ഇത് ആര്യൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, കൃഷ്ണേച്ചിയുടെ. അവളത് പറഞ്ഞതേ അവൻ കൈ നീട്ടിയിരുന്നു. ആ കൈകളെ സ്നേഹത്തോടെ താൻ പൊതിഞ്ഞു പിടിച്ചു. ആര്യൻ.
അറിയാം, ഇവൾ പറഞ്ഞിട്ടുണ്ട്. ആ മുഖത്ത് മിന്നിമാഞ്ഞ ഭാവത്തിലൂടെ അറിയാം അയാൾക്കെല്ലാം അറിയാമെന്ന്. ആര്യനെന്താ ഇവിടെ? ഞാൻ അച്ഛനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് കണ്ടിട്ട് ചേച്ചിയുടെയും സച്ചിയേട്ടൻ്റെയും കണ്ണുകൾ ഇപ്പോൾ ഇങ്ങോട്ടാണ്. മാള് ഡോക്ടറെ കാണാൻ വന്നതാണോ? കുറേ വർഷമായില്ല കണ്ടിട്ട്. ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. ഞാനും ശ്യാമും അയർലൻഡിലാണ്, പ്രസവത്തിനായി വന്നതാണ്. അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇനി എന്ത് എന്നുള്ള രീതിയിൽ ഞാൻ ചിരിയോടെ നിന്നതേയുള്ളൂ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക. ശ്യാം ഒരിക്കൽ കൂടി കൈ തന്നിട്ട് അകന്നിരുന്നു. ഒന്നും പറയാനോ ചോദിക്കാനോ ഇല്ലാതെ ശൂന്യമായ മനസ്സോടെ അവൾക്ക് മുമ്പ് നിന്നു ആര്യൻ. കൃഷ്ണേച്ചിയെ പിന്നെ കണ്ടോ? ആ പേര് നൽകിയ വേദന സൂചി കുത്തുന്ന പോലെയായിരുന്നു. ഇല്ല എന്ന് കണ്ണൊന്ന് ചിമ്മി കാണിച്ചതേയുള്ളൂ അവൻ. എബിയേട്ടനും അശ്വിൻ ചേട്ടനും നാളെ വരും. അവരുടെ കൂടെയാണ് ചേച്ചി എന്നേ എനിക്കും അറിയൂ. ഒരു കോണ്ടാക്റ്റുമില്ല. എബിയേട്ടൻ്റെ മാരേജാണ്. കൃഷ്ണേച്ചി വരുമോ എന്നറിയില്ല. 5 വർഷമായില്ലേ. സത്യമൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉണ്ടായത് എനിക്ക്. മാളുവിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്തവൻ തല കുനിച്ചു പോയവൻ. എന്തായാലും ചേച്ചിയുടെ തീരുമാനമാണ് ശരി. ചിലപ്പോൾ ഇതാകും നിങ്ങളുടെ രണ്ടുപേരുടെയും വിധി. അമ്മ പറഞ്ഞു ആര്യൻ ഒത്തിരി മാറിപ്പോയെന്ന്, പഴയ ആളെ അല്ല എന്ന്. ഒന്ന് ചെയ്ഞ്ഞാലേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയാണല്ലേ ആര്യൻ? പക്ഷേ അതെൻ്റെ കൃഷ്ണേച്ചിയുടെ ജീവിതം തകർത്തുകൊണ്ടാണല്ലോ. അവളുടെ സ്വരമിടർന്നത് അറിയുമ്പോഴും അവളുടെ ഓരോ വാക്കുകളും എൻ്റെ അന്തരാത്മാവിനെ പോലും കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവളുടെ ഫോൺ ശബ്ദിച്ചിരുന്നു. പോട്ടെ ആര്യൻ, എന്നെ വിളിക്കുന്നുണ്ട്. അവൾ നടന്നകലുമ്പോൾ കൃഷ്ണയെക്കുറിച്ച് എന്തൊക്കെയോ അറിയാൻ തുടിക്കുന്ന മനസ്സിനെ അടക്കി നിർത്താൻ പാടുപെട്ടു ഞാൻ. അത് മാളവികയല്ലേ? സച്ചിയേട്ടൻ തോളിത്തട്ടി ചോദിക്കുമ്പോൾ തലയാട്ടാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നു. വാക്കുകൾ തൊണ്ടയിൽ വീർപ്പ് മുട്ടിക്കിടന്നു. നീ കരയുവാണോ? കരട് പോയതാ. പറഞ്ഞുകൊണ്ട് മുഖം തൂക്കാൻ തുടങ്ങിയതും സാരിത്തലപ്പ് കൊണ്ട് മുഖം തൂത്തു തന്നിരുന്നു ചേച്ചി. മതിയടാ, വിട്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓർമ്മകൾ പോലും നിന്നെ നോവിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ. എൻ്റെ മുടിയിലൂടെ തലോടിയാണ് അവൾ പറയുന്നത്. വേദനയെടുത്ത് പിടയണം. എങ്കിലും ഞാൻ അവളോട് ചെയ്തതിൻ്റെ പകുതിയാകൂ. എനിക്ക് സങ്കടമൊന്നുമില്ല ചേച്ചി. ഞാനിപ്പോൾ വരാം. ആ നീണ്ട വരാന്തയിലൂടെ നടന്നു അകലുമ്പോൾ 1000 പ്രാവശ്യം ഒരുവളോട് മാപ്പിരുന്നുകൊണ്ടേയിരുന്നു. ചേട്ടാ, ഒരു ചായ. ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ തട്ടുകടയുടെ സിമൻറ്റ് ബെഞ്ചിലിരുന്നു കൊണ്ട് ചൂട് ചായ ചുണ്ടിലേക്ക് വെച്ചതേ പൊള്ളിപ്പോയിരുന്നു. ആ ചൂട് ചായ കുടിക്കുമ്പോൾ വേവുന്ന ഉള്ളിൻ്റെ അത്ര ഒന്നുമില്ല എന്ന് തോന്നിപ്പോയി. മനസ്സിനെ ഒന്ന് ശാന്തമാക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടറെ കണ്ടിറങ്ങിയിരുന്നു. എന്തു പറഞ്ഞു സച്ചേട്ടാ? ഞാനൊന്നുകൂടി കയറി കാണണോ? കുറച്ചു നേരമെങ്കിലും അച്ഛനും മറന്നല്ലോ എന്നുള്ള കാര്യം എനിക്ക് കുറ്റബോധമുണ്ടാക്കി. എന്തിന്? പ്രത്യേകിച്ചും ഒന്നുമില്ലടാ. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് തന്നെ മതി. ഇനി 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി. സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ വീൽ ചെയർ ഏറ്റെടുത്തുകൊണ്ട് നടന്നു പുറകെ അവരും. ഒരിക്കൽ കൂടി ഇറുക്കെ പുണർന്നു റിയ. അവരുടെ ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറാനായി തുടങ്ങുവാണ്. ഞാനും അശ്വിനും അവരെ കൊണ്ടാക്കാൻ വന്നതാണ്. എന്നാ ശരിയടാ, അടുത്ത 5-ന് നാട്ടിൽ വെച്ച് കാണാം. എബിയും അശ്വിനും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നീ ഇല്ലല്ലോ അല്ലേ? ഇത്രയും വർഷം കൂടെ താമസിച്ചിട്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ടൊരു കാര്യം വന്നപ്പോൾ നീ കാല് വാരിയല്ലേ കൃഷ്ണ? റിയ നല്ല സങ്കടത്തിലാണ് തന്നെയാണ് പറയുന്നത്. ഞാൻ ആലോചിക്കട്ടെ റിയ. അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. അവർ രണ്ടുപേരും കൈവീശി അകലിൽ നിന്ന് നോക്കി നിന്നു. പിന്നെ അശ്വിനൊപ്പം വീട്ടിലേക്ക് തിരിച്ചു. സച്ചിയേട്ടൻ മീൻചന്തയിൽ വണ്ടി നിർത്തി. എന്നെയും കൂട്ടിക്കൊണ്ടുപോയി എന്തൊക്കെയോ മീനുകൾ മേടിച്ചു. എന്നെ കൊണ്ട് പൈസ കൊടുപ്പിക്കില്ല. അവിടെ നിന്ന് നേരെ പോയത് ഒരു പച്ചക്കറി കടയിലേക്കാണ്. അവിടെ നിന്നും ഒരു ചുമട് സാധനം മേടിച്ചു. പിന്നെ ചിക്കനും കൂടി മേടിച്ചതോടെ ഞാൻ ആ കയ്യിൽ കയറി പിടിച്ചിരുന്നു. സച്ചിയേട്ടാ, നമ്മുടെ വീട്ടിൽ സദ്യമൊന്നും ഇല്ലല്ലോ. അത് നീയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും. അപ്പോൾ ജോലിക്കും കൂലിക്കും ഒന്നും പോകണ്ടേ നിങ്ങൾക്ക്? സർക്കാർ പിരിച്ചു വിട്ടോ? പിന്നെ സർക്കാരിൻ്റെ അച്ഛൻ മുത്തുപ്പട്ടർ വന്നാൽ നടക്കില്ല. പിന്നെയാ, നീ ഈ ലോകത്തൊന്നുമല്ലേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളല്ലേടാ വരാൻ പോകുന്നത്? എടാ, വിജയദശമി അല്ലേ വരാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ കൂടെ 2 ദിവസം കൂടി അവധി നീട്ടിയെടുത്തു പറയുകയും സച്ചിയേട്ടൻ ചിരിക്കുവാണ്. സൂപ്പർ മാർക്കറ്റിൽ കയറി വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ മേടിക്കുവാണ്. അവിടെയും 1 രൂപ കൊടുക്കാൻ സമ്മതിച്ചില്ല സച്ചിയേട്ടൻ. ലോണിൻ്റെ പൈസ അടവിൻ്റെ കാര്യം എന്തായടാ?
ഉടനെ എങ്ങാൻ തീരുമോ? ഇനി 9 ലക്ഷം കൂടിയുണ്ട്. വെളിയിലേക്ക് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. നിന്നോട് ഞാൻ ഇപ്പോഴും പറയുന്നു, ആദ്യക്കായി പറഞ്ഞിരിക്കുന്ന സ്ഥലം വിൽക്കാം. ആ പൈസ കൊണ്ട് നമുക്ക് ഈ കടം വീട്ടാം. അല്ലെ നീ ഇനി എന്ന് വീട്ടിൽ തീർക്കും മനു? അല്ലെങ്കിൽ ഞാൻ പൈസ തരാം. എടാ, പയ്യെ തിരിച്ചു തന്നാൽ മതി. എന്നും പറയുന്നതല്ലേ നിന്നോട് ഞാൻ ഈ കാര്യം. വേണ്ട സച്ചേട്ടാ, ഇത് ഞാൻ ഉണ്ടാക്കിയ കടമല്ലേ, അത് ഞാൻ തന്നെ തീർത്തോളാം. ഇനിയിപ്പോൾ അധികമൊന്നുമില്ലല്ലോ. നിന്റെ ഇഷ്ടം. ഇതും പറഞ്ഞ് ഒരുത്തി എനിക്ക് സ്വൈര്യം തരുന്നില്ല. ഞാൻ നിന്നെ സഹായിക്കുന്നില്ല പോലും. സച്ചേട്ടൻ്റെ സംസാരം കേട്ടതും ഞാൻ ചിരിച്ചുപോയി. എന്നെ ഈ ലോകത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് സച്ചേട്ടാ. പൊറുക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്തപ്പോഴും കൂടെ നിന്നതും ചേർത്ത് പിടിച്ചതുമെല്ലാം നിങ്ങളല്ലേ മനുഷ്യ. തമാശ രൂപേണ പറഞ്ഞു തീരുമ്പോഴേക്കും ഞങ്ങളുടെ 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. തെറ്റുകൾ അതാർക്ക് സംഭവിക്കും. അതിനെ മനസ്സിലാക്കി തിരുത്തി ജീവിക്കുമ്പോഴാണ് അവനൊരു നല്ല മനുഷ്യനാകുന്നത്. എൻ്റെ തോളി തട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. അച്ഛൻ ഇതെല്ലാം കേട്ടുകൊണ്ട് സീറ്റിൽ ചാരി കിടക്കുന്നുണ്ട്. പുറകിൽ വെച്ചിരിക്കുന്ന സഞ്ചിയിൽ നിന്ന് കൈയെത്തിച്ച് ഒരു ചോക്ലേറ്റ് കവർ എടുത്ത് സച്ചിയേട്ടെ. എടാ, പൊളിച്ചിട്ട് എനിക്കും അച്ഛനും താ. മനസ്സ് ശാന്തമാകാൻ ഈ സാധനം നല്ലതാണ്. പിന്നെ ഇതൊക്കെ ആര് പറഞ്ഞു? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ സച്ചിയേട്ടാ? ചേച്ചി അറിഞ്ഞാൽ എന്നെ തീർക്കും കേട്ടോ. അതൊക്കെ ഒരു വഴിക്കങ്ങ് കിടക്കും. പൊളിച്ച് വായിച്ചതാടാ അവൻ്റെ ഒരു ചേച്ചി. ഡ്രൈവിങ് ചെയ്യുന്നതിനിടയിൽ വായും പൊളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടാണ് സച്ചിയേട്ടൻ പറയുന്നത്. അതിൻ്റെ കവർ നീക്കി സച്ചിയേട്ടനും അച്ഛനും കൊടുത്തു. ഞാനും വായിലേക്കിട്ടു. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.